വൻകിട കമ്പനികൾ കേരളത്തിൽ നടത്തുന്ന അനധികൃത ഭൂമി ഇടപാടുകളുടെ തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് സ്പെഷ്യൽ എഡിഷൻ ഇന്ന് തുടങ്ങുന്നത്. MRMGF എറണാകുളം ജില്ലയിലെ ചെങ്ങമനാട് വില്ലേജിൽ വാങ്ങിക്കൂട്ടിയത് 150 ഏക്കറിലധികം ഭൂമിയാണ്. ഇതിന്റെ എല്ലാ തെളിവുകളും മീഡിയ വൺ ഇന്ന് പുറത്തുവിടുന്നു. വ്യാജ പദ്ധതികളുടെ മറവിൽ കേരളത്തിലെ കൃഷിഭൂമി മൊത്തമായി വാങ്ങി പണയപ്പെടുത്തി റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തുന്ന വൻകിട കമ്പനികളെ നിയന്ത്രിക്കാൻ സർക്കാർ തയ്യാറാകുമോ? സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ. എറണാകുളം ജില്ലയിലെ ചെങ്ങമനാട് വില്ലേജിൽ MRMGFന്റെ പേരിൽ വിവിധ കമ്പനികളുടെ കൺസോർഷ്യം സെസ് ഇന്റഗ്രേറ്റഡ് ടൗൺഷിപ്പ് പദ്ധതിക്കായി വാങ്ങിക്കൂട്ടിയത് ഏക്കർ കണക്കിന് ഭൂമി. പേരിന് മാത്രം രൂപീകരിച്ച 20ഓളം കടലാസ് കമ്പനികളുടെ പേരിലാണ് ഭൂമി വാങ്ങിയത്. മീഡിയ വൺ അന്വേഷണം. ബെനഡിക്ട് 16 മാർപ്പാപ്പ സ്ഥാനമൊഴിയുന്നു. ഈ മാസം 28-ന് സ്ഥാനമൊഴിയും. അനാരോഗ്യം മൂലമാണ് തീരുമാനമെന്ന് വത്തിക്കാൻ വക്താവ്. ഡി വിനയചന്ദ്രന് സാംസ്കാരിക കേരളത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം നാളെ രാവിലെ 11-ന് കൊല്ലത്തെ വീട്ടുവളപ്പിൽ. ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് പൊതുദർശനത്തിന് വെച്ചു. 2013-ലെ പത്മ പുരസ്കാരങ്ങൾക്ക് പേര് ശുപാർശ ചെയ്തതിൽ കേരളം വീഴ്ച വരുത്തിയതിന്റെ രേഖകൾ പുറത്ത്. പട്ടിക നൽകിയത് ചീഫ് സെക്രട്ടറിയുടെ ക്ഷമാപണ കുറിപ്പോടെ. VS-നെതിരായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രമേയം സംസ്ഥാന സമിതി അംഗീകരിച്ചു. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് VS തുടരണോ എന്ന് കേന്ദ്ര നേതൃത്വം പുനഃപരിശോധിക്കണമെന്ന് സംസ്ഥാന സമിതി. കേരളത്തിൽ വൻകിട കമ്പനികൾ നടത്തുന്ന അനധികൃത ഭൂമി ഇടപാടുകളുടെ ഞെട്ടിപ്പിക്കുന്ന തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നത്. എറണാകുളം ജില്ലയിലെ ചെങ്ങമനാട് വില്ലേജിൽ MRMGFന്റെ പേരിൽ വിവിധ കമ്പനികളോട് കൺസോർഷ്യം സെസ് ഇന്റഗ്രേറ്റഡ് ടൗൺഷിപ്പ് പദ്ധതിക്കായി വാങ്ങിക്കൂട്ടിയത് ഏക്കർ കണക്കിന് ഭൂമിയാണ്. പേരിന് മാത്രം രൂപീകരിച്ച 20ഓളം കമ്പനികളുടെ പേരിലാണ് ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. മിക്കവാറും കമ്പനികൾക്കെല്ലാം തന്നെ രജിസ്റ്റേർഡ് ഓഫീസ് 1 രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏതാണ്ട് ഒരേ സമയത്ത്. ആലുവ അങ്കമാലി ദേശീയപാതയോട് ചേർന്നുള്ള ഈ ഭൂമിയിൽ ഭൂരിഭാഗവും നെൽപ്പാടങ്ങളാണ്. 15 വർഷത്തോളം തരിച്ചിടുക വഴി മേഖലയിലെ കൃഷിനാശം പൂർത്തിയായി. ഇത് പെരിയാറിന്റെ കൈവഴിയായ ചെങ്ങമനാട് ചെങ്കൽത്തോട്. ഇതിന് പടിഞ്ഞാറ് വശമുള്ള 150 ഏക്കറോളം ഭൂമിയാണ് IT അനുബന്ധ വ്യവസായങ്ങൾക്കായി MRMGFന്റെ പേരിലുള്ള കൺസോർഷ്യം വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. വർഷങ്ങളായി ഈ കൃഷിയിടം തരിച്ചിടുക വഴി വലിയ ഭൂമി കച്ചവടത്തിന് തയ്യാറെടുക്കുകയാണ് കമ്പനി ഇപ്പോൾ. (1997) മുതലാണ് ഇടനിലക്കാർ വഴി 150 ഏക്കറോളം ഭൂമി MRMGF വാങ്ങിക്കൂട്ടിയത്. ഇതിൽ 95% കൃഷിഭൂമി. വർഷത്തിൽ 2-3 തവണ ഇവിടെ നെൽകൃഷി നടന്നിരുന്നു. കുറഞ്ഞ വിലയ്ക്ക് 20 കമ്പനികളുടെ പേരിലാണ് ഈ ഭൂമി വാങ്ങിയത്. 10 കമ്പനികളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത 30.7 ഏക്കർ സ്ഥലം ഉൾപ്പെടുത്തി IT അനുബന്ധ വ്യവസായത്തിന് MRMGFന്റെ പേരിൽ പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്ക് പ്രാഥമിക അനുമതി നേടുകയും ചെയ്തു. സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ നടക്കുമ്പോൾ ഇടതുപക്ഷ സർക്കാരായിരുന്നു അധികാരത്തിൽ. 2008-ൽ പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്ക് കമ്പനി അപേക്ഷ നൽകി. അന്നുണ്ടായിരുന്ന ഇടത് സർക്കാർ ചെങ്ങമനാട് പഞ്ചായത്ത് ഭരണസമിതി നൽകിയ അനുമതി കൂടി പരിഗണിച്ചു. 2008 സെപ്റ്റംബർ 28-ന് ചേർന്ന മന്ത്രിസഭായോഗം ഉപാധികളോടെ MRMGF ഉൾപ്പെടെ 10 സെസ്സുകൾക്ക് NOC നൽകി. സെസ് ഉൾപ്പെടെ ടൗൺഷിപ്പ് പദ്ധതിക്കും MRMGF പിന്നീട് അനുമതി നേടിയെടുത്തു. 150 ഏക്കർ സ്ഥലം ഉൾപ്പെടുന്നതാണ് പദ്ധതി. വ്യവസായ വകുപ്പിന്റെ ഏകജാലക സംവിധാനം വഴിയാണ് അനുമതി നേടിയത്. ആശുപത്രി, വ്യാപാര സ്ഥാപനങ്ങൾ, IT അധിഷ്ഠിത വ്യവസായം എന്നിവയടങ്ങിയതാണ് നിർദ്ദിഷ്ട പദ്ധതി. 8 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കും, 30,000 പേർക്ക് തൊഴിൽ നൽകും തുടങ്ങിയവയായിരുന്നു വാഗ്ദാനങ്ങൾ. 1,700 കോടി രൂപയായിരുന്നു പദ്ധതി ചെലവായി കണക്കാക്കിയത്. ഇതുവരെയും നിർമ്മാണം തുടങ്ങാത്തതിനാൽ വസ്തുവിൽപ്പന മാത്രമായിരുന്നു കമ്പനിയുടെ ലക്ഷ്യമെന്ന ആരോപണം ശക്തമാവുകയാണ്. അനിൽ കാരാമൽ, മീഡിയ വൺ, കൊച്ചി. 150 ഏക്കറോളം നെൽവയൽ നികത്തിക്കൊണ്ടുള്ള MRMGFന്റെ സെസ് ഇന്റഗ്രേറ്റഡ് ടൗൺഷിപ്പ് പദ്ധതി പരിസ്ഥിതി സന്തുലനം തകർക്കുമെന്ന് കൃഷിവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് പൂർണ്ണമായി അവഗണിച്ച് പദ്ധതിക്ക് അനുമതി നൽകിയതിൽ CPM പ്രാദേശിക നേതൃത്വത്തിൽ നിന്ന് എതിർപ്പുയരുകയും ചെയ്തു. എന്നാൽ CPMലെ പ്രമുഖനായ നേതാവ് ഇടപെട്ടാണ് കൃഷിഭൂമി വാങ്ങാനും അത് നികത്താനും അനുമതി വാങ്ങിക്കൊടുത്തത് എന്ന് ആരോപണമുണ്ട്. MRMGFന്റെ പദ്ധതിക്കായി നെൽവയൽ നികത്താൻ LDFന്റെ നേതൃത്വത്തിലുള്ള ചെങ്ങമനാട് പഞ്ചായത്ത് ഭരണസമിതി അംഗീകാരം നൽകുന്നത് 2007 ഡിസംബർ 31-നാണ്. നിലവിൽ തരിശായി കിടക്കുന്ന സ്ഥലം നികത്താൻ അനുമതി തേടി കമ്പനി വൈസ് ചെയർമാൻ തോമസ് ചെറുകര സമർപ്പിച്ച അപേക്ഷയിൽ പരിസ്ഥിതി സന്തുലനം തകരാതിരിക്കാൻ എന്ന രീതിയിൽ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. പദ്ധതി പ്രദേശം ടൗൺഷിപ്പിനായി മാത്രം ഉപയോഗിക്കണം,
ഇപ്പോൾ നീരൊഴുക്കുള്ള തോടുകളും കനാലുകളും അതേ രീതിയിൽ നിലനിർത്തണം, സൃഷ്ടിക്കപ്പെടുന്ന തൊഴിലവസരങ്ങളിൽ ചെങ്ങമനാട് പഞ്ചായത്തിലുള്ളവർക്ക് മുൻഗണന നൽകണം തുടങ്ങിയവയായിരുന്നു കരാറിൽ ഉൾപ്പെടുത്തിയ മറ്റ് വ്യവസ്ഥകൾ. അതേസമയം ആലുവ തഹസിൽദാർക്ക് എറണാകുളം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ 2007 നവംബർ 11 നൽകിയ റിപ്പോർട്ടിൽ നെൽവയൽ നികത്തുന്നത് പരിസ്ഥിതി സന്തുലനം തകർക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. 10 വർഷങ്ങളായി നിലം തരിച്ചിട്ടിരിക്കുകയാണെങ്കിലും സ്ഥലം നെൽകൃഷിക്ക് നിലവിൽ അനുയോജ്യമാണ്. പാടശേഖരം നികത്തിയാൽ അത് പരിസ്ഥിതിയെ ഗുരുതരമായി ബാധിക്കും. വേനൽക്കാലത്ത് രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന കുന്നുംപുറം എന്ന സ്ഥലത്തിനടുത്താണ് പദ്ധതി പ്രദേശം. നെൽവയൽ നികത്താൻ അനുവാദം നൽകിയാൽ നിലവിൽ കൃഷി ചെയ്യുന്ന മറ്റു വയലുകൾ കൂടി മണ്ണിട്ട് നികത്താൻ പ്രേരണയുണ്ടാകും എന്നീ കാര്യങ്ങളും കൃഷി ഓഫീസറുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ റിപ്പോർട്ട് പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു. 2008 നെൽവയൽ നീർത്തട ഭേദഗതി ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് തൊട്ടുമുൻപ് പദ്ധതിക്ക് തിടുക്കത്തിൽ അനുമതി നേടിയെടുക്കാൻ കമ്പനി ശ്രമിച്ചുവെന്ന് ആക്ഷേപമുണ്ട്. VS മന്ത്രിസഭയിലെ അംഗമായിരുന്ന എറണാകുളം ജില്ലയിലെ നേതാവാണ് അനുമതി നേടിയെടുക്കാൻ സമ്മർദ്ദം ചെലുത്തിയതെന്നാണ് ആക്ഷേപം. 1997 മുതൽ സ്ഥലം വ്യാപകമായി വാങ്ങുന്നതിനും ഒത്താശ ചെയ്തത് ഇദ്ദേഹമായിരുന്നുവെന്നാണ് മറ്റൊരാരോപണം. ഈ നേതാവിന്റെ ഇടപെടൽ സംബന്ധിച്ച് CPM പ്രാദേശിക ഘടകങ്ങളിൽ ചർച്ച നടന്നു. അന്നത്തെ ചെങ്ങമനാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ മാറ്റിയത് ഇതേ തുടർന്നാണെന്നും സൂചനയുണ്ട്. VS പക്ഷ നേതാവിനെതിരെ ഔദ്യോഗിക പക്ഷം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ അന്വേഷണം നടക്കുകയാണ്. അനിൽ കാരാമൽ, മീഡിയ 1, കൊച്ചി. ഇത്തരമൊരു ഭൂമി ഇടപാടിലൂടെ എന്താണ് MRMGF ലക്ഷ്യമിട്ടത്? ആലുവയ്ക്കടുത്ത് ചെങ്ങമനാട് വില്ലേജിൽ പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്ക് പ്രാഥമിക അംഗീകാരം നേടിയ MRMGF കൺസോർഷ്യം വാങ്ങിയ ഏക്കർ കണക്കിന് ഭൂമി പണയം വെച്ച് കോടികൾ കടമെടുത്തു. കമ്പനിയുടെ തമിഴ്നാട്ടിലെ കെട്ടിട നിർമ്മാണ പദ്ധതിക്ക് വേണ്ടിയാണ് LICയിൽ നിന്ന് 50 കോടി വായ്പയെടുത്തത്. ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പാടില്ല എന്ന വ്യവസ്ഥ ലംഘിച്ചാണ് വായ്പയെടുത്തതെന്നും രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. 2009 ജൂൺ 26 പദ്ധതി പ്രദേശം ഉൾപ്പെടുന്ന ഭൂമിയുടെ രേഖകൾ പണയപ്പെടുത്തി MRMGF ലാൻഡ് ലിമിറ്റഡ് 50 കോടി രൂപ വായ്പ എടുത്തത്. LIC ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡിന്റെ ചെന്നൈ ശാഖ വായ്പ അനുവദിച്ചു. രുദ്രാക്ഷ റിയൽറ്റേഴ്സ്, സോണക്സ് എസ്റ്റേറ്റ്സ്, റോസ്ഗേറ്റ് എസ്റ്റേറ്റ് തുടങ്ങി 16 കമ്പനികളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ഭൂമിയുടെ ആധാരമാണ് വായ്പയ്ക്ക് സമർപ്പിച്ചത്. ചെന്നൈ തോണ്ടിയാർപേട്ട് വില്ലേജിൽ വാഷർമൻപേട്ട് വൈദ്യനാഥ മുതലി സ്ട്രീറ്റിലെ ഭവന നിർമ്മാണ പദ്ധതിയുടെ 3ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് വായ്പ എടുക്കുന്നതെന്ന് മീഡിയ 1-ന് ലഭിച്ച രേഖകളിൽ വ്യക്തം. ഓരോ മാസവും 240 ലക്ഷം രൂപ വീതമുള്ള 20 തവണകളും 2 കോടിയുടെ ഒരു തവണ അടവും ഉൾപ്പെടെ 21 മാസത്തിനുള്ളിൽ വായ്പ അടച്ചു തീർക്കണമെന്നും കരാറിലുണ്ട്. ഭൂമിയുടെ ക്രയവിക്രയങ്ങൾ പഞ്ചായത്ത് അറിയാതെ നടത്താൻ പാടില്ലെന്ന് പദ്ധതിക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള കരാറിൽ നിബന്ധനയുണ്ട്. ഇതെല്ലാം ലംഘിച്ചാണ് കേരളത്തിൽ നിശ്ചിത പദ്ധതിക്കായി വാങ്ങിയ ഭൂമിയുടെ പ്രമാണങ്ങൾ പണയപ്പെടുത്തി MRMGF കമ്പനി തമിഴ്നാട്ടിലെ പദ്ധതിക്കായി 50 കോടി രൂപ വായ്പ എടുത്തത്. വ്യവസായ ആവശ്യങ്ങൾക്കായി ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങിക്കൂട്ടുക, പിന്നീട് വ്യവസായ അനുമതി ലഭിച്ച ശേഷം അതിന്റെ രേഖകൾ പണയം വെച്ച് മറ്റൊരു പദ്ധതിക്കായി കോടിക്കണക്കിന് രൂപ വായ്പ എടുക്കുക. അധികൃതരുടെ ഒത്താശയുണ്ടെങ്കിൽ കേരളത്തിൽ എന്തുവാകാമെന്ന് തെളിയിക്കുകയാണ് MRMGF പോലുള്ള കമ്പനികൾ. അനിൽ കാരാമൽ, മീഡിയ 1, കൊച്ചി. 20 കമ്പനികളുടെ കൺസോർഷ്യം രൂപീകരിച്ചാണ് 150 ഏക്കറിലധികം ഭൂമി MRMGF വാങ്ങിയെടുത്തത്. ഇതിൽ തന്നെ 10 കമ്പനികളുടെ കൺസോർഷ്യം രൂപീകരിച്ച് 30.7 ഏക്കർ ഭൂമിയിൽ സെസ്സിന് അനുമതി വാങ്ങുകയും ചെയ്തു. ആ കമ്പനികളുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. റോസ്ഗേറ്റ് എസ്റ്റേറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അംഗീകൃത മൂലധനം 10 ലക്ഷം, അടച്ചു നിർത്ത മൂലധനം 1 ലക്ഷം രൂപ. രജിസ്റ്റർ ചെയ്ത ഓഫീസ് വിലാസം 17B MGF ഹൗസ്, അസഫലി റോഡ്, ന്യൂഡൽഹി 2. കമ്പനി രജിസ്റ്റർ ചെയ്ത തീയതി 29/6/2005. ഏതാണ്ട് സമാനമായ തീയതികളിലാണ് അല്ലെങ്കിൽ സമാനമായ രീതിയിലാണ് മറ്റ് കമ്പനികളും 20 കമ്പനികളും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അമർകോൺ ബിൽകോൺ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഈ വിവരങ്ങൾ അത് തെളിയിക്കുന്നു. അമർകോണിന്റെ ഓഫീസ് വിലാസം 17B MGF ഹൗസ്, അസഫലി റോഡ് തന്നെ. രജിസ്റ്റർ ചെയ്തിരിക്കുന്ന തീയതി 29/6/2005. മറ്റൊരു കമ്പനിയുടെ വിശദാംശങ്ങളിലേക്ക് വന്നാലും ഇത് തന്നെ നമുക്ക് കാണാനാകും. ദീപ് ജ്യോതി പ്രൊജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അംഗീകൃത മൂലധനം 10 ലക്ഷം, അടച്ചു തീർത്ത മൂലധനം 1 ലക്ഷം. രജിസ്റ്റർ ചെയ്ത ഓഫീസ് വിലാസം ഒന്ന് തന്നെ, 17B MGF ഹൗസ്, അസഫലി റോഡ്, ന്യൂഡൽഹി 2. കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും 29/6/2005. എല്ലാ കമ്പനികളും ഏകദേശം ഒരേ സമയത്ത് രജിസ്റ്റർ ചെയ്യുന്നു, ഏറെക്കുറെ ഒരേ രീതിയിൽ തന്നെ.
ചുരുക്കത്തിൽ ഇത്രയുമാണ്. വിവരാവകാശ നിയമപ്രകാരം ഞങ്ങൾക്ക് ലഭിച്ച രേഖകൾ അനുസരിച്ച് ഏതാണ്ട് 20ഓളം കമ്പനികളുടെ ഒരു കൺസോർഷ്യം രൂപപ്പെട്ടിരിക്കുന്നു. ഈ 20 കമ്പനികളിലും ഡയറക്ടർ ബോർഡുകളിൽ സമാനരായ ആളുകളുണ്ട്. ഇവർ പലരും തന്നെ തങ്ങൾ ഡയറക്ടറാണെന്ന വിവരം അറിഞ്ഞിട്ട് പോലുമില്ല. മറ്റു കാര്യങ്ങൾ നോക്കാം. കമ്പനിയുടെ പേര് ജെയിംസ് ബിൽകോൺ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതിന്റെ സർവേ നമ്പറുകൾ 1, 2, 3 ഇങ്ങനെ 20 സർവേ നമ്പറുകളിലായി ജെയിംസ് സ്ഥലം വാങ്ങി എന്നുള്ളതാണ്. മറ്റൊരു കമ്പനിയുടെ പേര് പ്രോസ്പെറസ് കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. പല സർവേ നമ്പറുകളിലായി 12 സർവേ നമ്പറുകളിലായി പല രീതിയിൽ സ്ഥലം വാങ്ങിക്കൂട്ടിയിരിക്കുന്നു. സമാനമായ രീതിയിലാണ് മറ്റു കമ്പനികളും സ്ഥലം വാങ്ങിയിരിക്കുന്നത്. പല പേരുകളിൽ, പല സർവേ നമ്പറുകളിൽ, പല കമ്പനികളുടെ പേരിൽ സ്ഥലം വാങ്ങുകയും അത് ഒരു കൺസോർഷ്യമായി രൂപവൽക്കരിച്ച് MRMGFന്റെ കീഴിൽ കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. ദീപ് ജ്യോതി പ്രൊജക്ട് പ്രൈവറ്റ് ലിമിറ്റഡ് അതുപോലെ 20 കമ്പനികൾ അവരുടെ വിവിധ സർവേ നമ്പറുകളിൽ ഭൂമി വാങ്ങി കൂട്ടിയിരിക്കുന്നതിന്റെ വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായിരുന്നു MRMGF എന്ന കമ്പനികളുടെ പദ്ധതി? കേരളത്തിൽ വൻകിട വ്യവസായ പദ്ധതികൾക്ക് പ്രൊജക്ട് നൽകുകയും അതിന്റെ മറവിൽ കേരളത്തിലെ കൃഷിഭൂമി ഒന്നായി വാങ്ങിക്കൂട്ടി ആ പാടം നികത്തി അത് പണയം വെച്ച ശേഷം തമിഴ്നാട്ടിൽ മറ്റൊരു പ്രൊജക്ടിന് വേണ്ടിയുള്ള പണം സ്വരൂപിക്കുകയായിരുന്നു ഈ കമ്പനിയുടെ ലക്ഷ്യം. ആ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരുടെ പേരും വിലാസവും നമുക്കൊന്ന് പരിശോധിക്കാം. പോതുരി അർജുൻ റാവു ആദ്യത്തേത്. അളക്നന്ദ ന്യൂഡൽഹി, ഡൽഹി, ഇന്ത്യ എന്ന അഡ്രസ്സിൽ ആണ് പോതുരി അർജുൻ റാവു. മറ്റൊരാൾ അശോക് കുമാർ പഥക്, ഡൽഹി. ഇതേ ഡയറക്ടർമാർ തന്നെ മറ്റു കമ്പനികളുടെ ഡയറക്ടർ ബോർഡിലും അംഗമാവുന്ന അവസ്ഥയാണ് മറ്റ് കമ്പനികളുടെ വിവരങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. റോസ് ഗേറ്റ്സ്, ജെയിംസ് ബിൽകോൺ പ്രൈവറ്റ് ലിമിറ്റഡ്, ഗ്യാൻ ജ്യോതി, ഇങ്ങനെ മിക്കവാറും കമ്പനികളുടെ ഡയറക്ടർ ബോർഡ് മെമ്പർമാർ ഭൂരിഭാഗവും ഇത്തരത്തിൽ ഒരു കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് മെമ്പർ മറ്റൊരു കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് മെമ്പർ ആയിരിക്കുന്നു. ഇങ്ങനെ 20 കമ്പനികളുടെയും ഡയറക്ടർ ബോർഡ് മെമ്പർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുന്ന രീതിയിലാണ് കമ്പനികൾ ഫോം ചെയ്തിരിക്കുന്നത്. എല്ലാ കമ്പനികളും ഒരേ വിലാസത്തിൽ ഏറെക്കുറെ ഒരേ സമയത്ത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. റൈറ്റ്. MRMGF ലാൻഡ് ലിമിറ്റഡ്. ആരാണ് MRMGF ലാൻഡ് ലിമിറ്റഡ്? എന്താണ് ഈ കമ്പനിയുടെ സ്റ്റേക്ക്? ദുബായിലെ MR പ്രോപ്പർട്ടീസ് PJSC, ഇന്ത്യയിലെ MGF ഡെവലപ്മെന്റ് ലിമിറ്റഡ് എന്നിവയുടെ സംയുക്ത സംരംഭമാണ് MRMGF. 1997 ജൂൺ 23-നാണ് MR പ്രോപ്പർട്ടീസ് PJSC UAE-യിൽ ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ MGF ഡെവലപ്മെന്റ് ലിമിറ്റഡ് ആരംഭിച്ചത് 1996 സെപ്റ്റംബർ 16-ന്. ഇവരുടെ ഒരു സംയുക്ത സംരംഭമായാണ് MRMGF പുതിയ പദ്ധതികളുമായി കേരളത്തിലെത്തുന്നത്. അതിന്റെ മറവിലാണ് ഈ വൻകിട ഇടപാടുകൾ എല്ലാം തന്നെ നടന്നിട്ടുള്ളത്. റിയൽ എസ്റ്റേറ്റ് കമ്പനികളിൽ ലോകത്തെ പ്രമുഖ സ്ഥാപനമാണ് MR പ്രോപ്പർട്ടീസ്. പ്രശസ്തമായ ബുർജ് ഖലീഫ ടവർ നിർമ്മിച്ചത് MR ആണ്. 14 രാജ്യങ്ങളിൽ ഇവർ ബിസിനസ് നടത്തുന്നുണ്ട്. MRMGF-ന് വടക്കേ ഇന്ത്യയിൽ മാത്രം ഉള്ളത് 20 ലക്ഷം ചതുരശ്ര അടി ഭൂമിയുടെ ബിസിനസ്സാണ്. 2005 ഫെബ്രുവരിയിലാണ് ഇന്ത്യയിൽ MRMGF ബിസിനസ് ആരംഭിക്കുന്നത്. ഡൽഹി, മൊഹാലി, ഹൈദരാബാദ്, ചെന്നൈ തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ പാർപ്പിട നിർമ്മാണം. ഗോപി, ഇത്രയും വികസന പദ്ധതികൾ അല്ലെങ്കിൽ ഇത്രയും പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തുന്ന MRMGF 2 പ്രധാനപ്പെട്ട അഴിമതി കേസുകളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഒന്ന് കോമൺവെൽത്ത് ഗെയിംസുമായി ബന്ധപ്പെട്ട ഗെയിംസ് വില്ലേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഴിമതി കേസാണ്. ഡൽഹിയിൽ കോമൺവെൽത്ത് ഗെയിംസ് നടന്ന സ്ഥലത്ത് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുമ്പോൾ ഗെയിംസ് വില്ലേജ് നിർമ്മിച്ചത് MRMGF കമ്പനിയായിരുന്നു. കൃത്യസമയത്ത് നിർമ്മാണം പൂർത്തിയാക്കി നൽകാൻ ആ കമ്പനിക്കായില്ല. കമ്പനിയുടെ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് ഡൽഹി സർക്കാരിനെ കൊണ്ട് ഏതാനും അപ്പാർട്ട്മെന്റുകൾ വാങ്ങിപ്പിക്കുകയും 360 കോടി രൂപയോളം ഡൽഹി സർക്കാരിൽ നിന്ന് MRMGF ഈടാക്കുകയും ചെയ്തിരുന്നു. മറ്റൊരു കേസുള്ളത് ഹൈദരാബാദിലാണ്. കോൺഗ്രസ് നേതാവായിരുന്ന YS രാജശേഖര റെഡ്ഡി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരിക്കെ ഹൈദരാബാദിലെ കണ്ണായ സ്ഥലത്ത് ഏക്കർ കണക്കിന് ഭൂമി MRMGF-ന് ചുരുങ്ങിയ വിലയ്ക്ക് ചുളുവിലയ്ക്ക് കൈമാറുകയും ആ ഭൂമി റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിന് ഉപയോഗിക്കുകയും ചെയ്തു എന്നതാണ് ആരോപണം. ഇത് സംബന്ധിച്ച കേസ് നടക്കുന്നുണ്ട്. CBI അന്വേഷണം നടക്കുന്നുണ്ട്. MRMGF-ന്റെ ചില സ്ഥലങ്ങളിലെ വസ്തുവകകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറ്റാച്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ അവസ്ഥയിലാണ് ചെങ്ങമനാട് വില്ലേജിൽ MRMGF 150 ഏക്കറിലധികം ഭൂമി വിവിധ കമ്പനികളുടെ പേരിലുള്ള ഒരു കൺസോർഷ്യത്തിന്റെ പേരിൽ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്.
MRMGFന്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരിൽ ഒരാളുമായി ഞങ്ങൾ ടെലിഫോണിൽ സംസാരിച്ചു. അതിന്റെ വിവരങ്ങളിലേക്ക് പോകാം. മാനേജിംഗ് ഡയറക്ടർ ജെയ്മോൻ ഐപ്പിനെയാണ് ഞങ്ങൾ ടെലിഫോണിൽ ബന്ധപ്പെട്ടത്. അപ്പോൾ ലഭിച്ച വിവരങ്ങളിലേക്ക്. പിന്നെ ഇന്ന് സൺഡേ അവിടെ ഓഫീസ് അവധിയല്ലേ നിങ്ങളുടെ? അവധിയാണ്. ഇന്ന് ഉണ്ടാവൂലേ അല്ലേ? സൺഡേ സാറ്റർഡേ അവധിയാണ്. സൺഡേ സാറ്റർഡേ അവധിയാണ്. ഓക്കെ. അപ്പോൾ അവിടെ ഈ MGF ഹൗസിലാണ്, അസപ്പലി റോഡിലെ MGF ഹൗസ് അല്ലേ? അതല്ല. പിന്നെ എവിടെയാ പറഞ്ഞത്? TC-യിലെ ഇത് നിങ്ങൾ കോൺപ്ലേസ് ചെയ്യുന്നിട്ട് MGF-ന്റെ ഓഫീസ് ഉണ്ടാവും, അവിടെ ചോദിച്ചാൽ മതി. ഓക്കെ. ഗ്യാൻജ്യോതി എസ്റ്റേറ്റിന്റെ ഓഫീസ് എവിടെ സാർ? ഗ്യാൻജ്യോതി എന്ന് പറയുന്നത് MGF-ന്റെ ഒരു സബ്സിഡിയാണ്. ഓക്കെ. അപ്പൊ ഓഫീസ് എല്ലാം അത് തന്നെയാണ്. അതെ. ഓക്കെ. അപ്പൊ അവിടെ ഈ കൊച്ചിയിലുള്ള ഈ സ്ഥലം എടുത്തിരിക്കുന്ന ഗ്യാൻജ്യോതി ആണല്ലോ സാർ? ഇറ്റ് ക്യാൻ ബി, എനി കമ്പനി ക്യാൻ പർച്ചേസ്. അത് സബ്സിഡീസ് എന്ന് പറയുന്നത് അവരുടെ 100% ഓഡിറ്റ് ചെയ്യുന്ന സബ്സിഡീസ് ആണ്. ഞാൻ ഈ MGF-ന്റെ ഒരു എംപ്ലോയി ആണ്. MRMGF-ന്റെ ഞാൻ MRMGF-ന്റെ എംപ്ലോയി ആണ്. അല്ല, ഞാൻ ചോദിച്ചു സാറേ, ഈ ഗ്യാൻജ്യോതി എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്സിന്റെ MD ആണ്. സാറിന്റെ പേര് MD ആണല്ലോ അതിൽ കാണിച്ചിരിക്കുന്നത്. ഡയറക്ടറാണ്. ഇപ്പൊ 2 ഡയറക്ടർ മതി. അങ്ങനെ MD എന്നോ അങ്ങനെ ഡയറക്ടർ എന്നുള്ളതാണല്ലോ. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് 2 ഡയറക്ടേഴ്സ് വേണം, ഓരോ ഡയറക്ടർ വേണം. ഓക്കെ. അപ്പൊ അതിൽ അവിടുത്തെ ഈ കൊച്ചിയിലെ IT മേഖലയിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സാറിന്, ഗ്യാൻജ്യോതി എന്ത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയാനാണ്. അത് എന്നാറിയോ, അതിനകത്ത് ചെയ്യുന്നതിനകത്ത് പ്ലാൻസ് ഒക്കെ കാണും. അവരുടെ പ്ലാൻസ് ഞങ്ങളോട് പറയത്തില്ല. ഞങ്ങളുടെ പോലെ പ്രോപ്പർ ഒരു പേപ്പർ സൈൻ ചെയ്യാൻ പറ്റും, അവർ സൈൻ ചെയ്തിട്ടുള്ളൂ. MRMGF കമ്പനിയുടെ ഒരു ജീവനക്കാരൻ എന്ന നിലയിൽ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഫോൺ സംഭാഷണം നമ്മൾ കണ്ടത്. ഇദ്ദേഹത്തിന്റെ പേരാണ് MD-യുടെ സ്ഥാനത്ത് വന്നിട്ടുള്ളത്. ഇനി ഇത്തരം ഭൂമി ഇടപാടുകൾ നടത്തുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം ഈ വിഷയങ്ങൾ എങ്ങനെ കാണുന്നു എന്ന് നമുക്ക് നോക്കാം. കേരളത്തിൽ അന്യസംസ്ഥാന ലോബി ഭൂമി വാങ്ങിക്കൂട്ടുന്നതിനെതിരെ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ജമ്മു കാശ്മീരിലും ഗോവയിലും ഹിമാചൽ പ്രദേശിലുമൊക്കെ വൻകിട ആളുകൾക്ക് അവിടെ ചെന്ന് ഭൂമി വാങ്ങിക്കാൻ കഴിയാതിരിക്കുന്നത് പോലെ കാലക്രമത്തിൽ നാളത്തെ കേരളത്തിൽ ഇവിടെ അങ്ങനെ വന്ന് വൻതോതിലുള്ള മാഫിയകൾക്കും വൻതോതിലുള്ള ഭൂമി വാങ്ങാൻ നടത്തുന്ന മാഫിയകൾ നടത്തുന്ന ശ്രമങ്ങളെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയത്തക്ക നിലയിലുള്ള നിയമനിർമ്മാണം കൊണ്ടുവരാൻ കഴിയുമോ? MRMGF എന്ന കമ്പനി കേരളത്തിൽ ഭൂമി ഒന്നാകെ വാങ്ങിക്കൂട്ടി നടത്തിയ വൻകിട തട്ടിപ്പിന്റെ ചുരുളഴിയുന്നത് ഞങ്ങളുടെ 3 പ്രതിനിധികൾ നടത്തിയ അന്വേഷണത്തിലാണ്. അവർ ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ഉണ്ട്, തത്സമയം ചേരുന്നുണ്ട്. മുജീബുണ്ട് ദില്ലിയിൽ നിന്ന്, അജിംസ് ന്യൂസ് ഡെസ്കിൽ നിന്നൊപ്പം തന്നെ അനിൽ കാരാമൽ കൊച്ചിയിൽ നിന്നുമുണ്ട്. അജിംസ്, എത്ര വലിയ ഒരു തട്ടിപ്പാണ് ഒരു വൻകിട പദ്ധതിയുടെ മറവിൽ MRMGF നടത്തിയിട്ടുള്ളത്? എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? ഏതൊക്കെ തരത്തിൽ ഇപ്പോൾ ചെങ്ങമനാട് ഗ്രാമപഞ്ചായത്തുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാർ ഏതൊക്കെ വിധത്തിലാണ് അവർ ലംഘിച്ചിട്ടുള്ളത്? അജിംസ്. ഗോപികൃഷ്ണൻ, നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ 97 മുതലാണ് ഈ കമ്പനി ചെങ്ങമനാട് വില്ലേജിൽ ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. 97 മുതൽ ഇത്രയും നാൾ ഏകദേശം 15-16 വർഷത്തോളം ഈ ക്രമക്കേട് ഒരു സർക്കാരും 2-3 സർക്കാരുകൾ ഇതിനു ശേഷം വന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. ഒരു സർക്കാരും ഇത് ശ്രദ്ധിച്ചില്ല എന്ന കാര്യമാണ് ഇവിടെ ശ്രദ്ധേയമാവുന്നത്. കാരണം കേരളത്തിൽ ഒരു ഭൂപരിധി നിയമം നിലവിലുണ്ട്. ഒരു വ്യക്തിക്കോ ഒരു സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ഒരു വ്യവസായ സ്ഥാപനത്തിന് പോലുമോ 15 ഏക്കറിൽ കൂടുതൽ ഭൂമി കൈവശം വെക്കാതിരിക്കാൻ മാത്രമുള്ള ഒരു ഭൂപരിധി നിയമം കേരളത്തിൽ പ്രാബല്യത്തിലുണ്ട്. ഈ ഭൂപരിധി നിയമത്തെ മറികടക്കാൻ വേണ്ടി വളഞ്ഞ വഴിയിലൂടെ കടലാസ് കമ്പനികൾ രൂപീകരിച്ചുകൊണ്ട് ഒരേ കമ്പനിയുടെ തന്നെ പേരിൽ ഒരേ കമ്പനിയുടെ ഓഫീസ് ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന 10-20 കടലാസ് കമ്പനികൾ രൂപീകരിച്ചുകൊണ്ട് അതിന്റെ മറവിൽ ഈ ഭൂപരിധി നിയമം ലംഘിക്കുകയാണ് ഇവിടെ MRMGF ചെയ്തിട്ടുള്ളത്. സമാനമായ രീതിയിൽ ഇതേ ആലുവ താലൂക്കിൽ തന്നെ ആലുവ വെസ്റ്റ് വില്ലേജിൽ പാർശ്വനാഥ് ബിൽഡേഴ്സ് എന്ന കമ്പനി ഏകദേശം 5 വർഷം മുമ്പ് ഇതുപോലെ ഭൂപരിധി നിയമം ലംഘിച്ചുകൊണ്ട് ഏകദേശം 35 ഏക്കർ ഭൂമി വാങ്ങിക്കൂട്ടുകയുണ്ടായി. അതും ഈ പറഞ്ഞതുപോലെ കൃഷിഭൂമിയോ നെൽപ്പാടമോ ആയിരുന്നു. ഇതിനെതിരെ ഈ പാർശ്വനാഥ് ബിൽഡേഴ്സിനെതിരെ ആലുവ വില്ലേജിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും ആ കേസുമായി മുന്നോട്ട് പോകുവാനോ അത് തുടരുവാനോ അവരിൽ നിന്ന് ആ മിച്ച ഭൂമിയായി കണ്ടുകൊണ്ട് ഭൂപരിധി നിയമം ലംഘിച്ച വാങ്ങിക്കൂട്ടിയ ഭൂമി തിരിച്ചു പിടിക്കുവാനോ അന്ന് റവന്യൂ വകുപ്പ് ശ്രമിച്ചില്ല എന്ന കാര്യം ശ്രദ്ധേയമാണ്. അജിംസിലേക്ക് തിരിച്ചു വരാം. അനിൽ കാരാമൽ. അനിൽ, നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ ഇപ്പോൾ ചെങ്ങമനാട് പഞ്ചായത്തുമായി ഉണ്ടാക്കിയ ഒരു കരാറുണ്ട്. ആ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് 150 ഏക്കറോളം വരുന്ന പാടശേഖരം കമ്പനി നികത്തിയത്. ആ കരാറിലെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? ആ കരാർ ഏത് തരത്തിലാണ് അട്ടിമറിക്കപ്പെട്ടത്? എങ്ങനെയാണ് കമ്പനി അത് ലംഘിച്ചത്?
ഗോപി, സെസ് അനുബന്ധ IT വ്യവസായത്തിനായി 150 ഏക്കറോളം ഭൂമി ഏറ്റെടുത്തുകൊണ്ട് അതിനുശേഷം ആ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായാണ് പഞ്ചായത്തുമായി ഒരു കരാറിൽ ഈ കമ്പനി ഏർപ്പെട്ടിരിക്കുന്നത്. കമ്പനിക്ക് വേണ്ടി കേരള ഹെഡ് തോമസ് ജെ ചെറുകര ഒപ്പുവെച്ച കരാറിൻ്റെ പകർപ്പാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് നീർത്തട സംരക്ഷണ നിയമം സംരക്ഷിച്ചുകൊണ്ട് നീർത്തടങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളെ നടത്താൻ പാടുള്ളൂ. മറ്റൊന്ന് 24 ഏക്കർ തോട്ടകൃഷിക്കും പൂക്കൃഷിക്കും മറ്റുമായി മാറ്റിവെക്കണം. സമീപത്തോടെ കൂടി കടന്നു പോകുന്ന ചെങ്കൽ തോട് സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കണം. ചെങ്കൽ തോടിൻ്റെ പാർശ്വഭാഗങ്ങൾ കെട്ടി സംരക്ഷിക്കണം. മറ്റൊന്ന് പനയൻതോട്, ചെങ്കൽ തോടിന് കുറുകെയുള്ള പനയൻതോട് മംഗലപ്പുഴ പാലം സംരക്ഷിക്കണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പഞ്ചായത്ത് അറിയാതെ യാതൊരു ക്രയവിക്രയങ്ങളും ഈ ഭൂമി സംബന്ധിച്ച് നടത്താൻ പാടില്ല തുടങ്ങിയ 8 വ്യവസ്ഥകളിലാണ് MRMGF കമ്പനിക്ക് വേണ്ടി അന്നത്തെ കേരള ഹെഡ് ഒപ്പുവെച്ച കരാറിലുള്ളത്. പിന്നീട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും കമ്പനി പിന്നീട് ഇവിടെ നടത്തുകയില്ല. ഭൂമി കഴിഞ്ഞ 15 വർഷങ്ങളായി തരിച്ചിട്ടിരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ ചെങ്ങമനാട് പ്രദേശത്തേക്കുള്ള നീരൊഴുക്ക് തടയുകയും നീരൊഴുക്ക് തടഞ്ഞ സാഹചര്യത്തിൽ ചുറ്റുപാടുമുള്ള കൃഷി ഉൾപ്പെടെയുള്ള കരാറിന്റെ വിശദാംശങ്ങളാണ്. നമുക്ക് ഡൽഹിയിൽ മുജീബിലേക്ക് കൂടി പോകേണ്ടിയിരിക്കുന്നു. മുജീബ്, നമ്മൾ ഡൽഹിയിൽ നടത്തിയ അന്വേഷണത്തിൽ നമുക്ക് ലഭിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? MRMGFന്റെ ഓഫീസിൽ നമുക്ക് പോകാൻ കഴിഞ്ഞു. അവിടെ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? ഏതൊക്കെ ഡയറക്ടർമാരുമായി നമുക്ക് ഡയറക്ടർ ബോർഡ് മെമ്പർമാരുമായി നമുക്ക് അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡ് മെമ്പർമാരെന്ന് അവകാശപ്പെടുന്നവരുമായി നമുക്ക് സംസാരിക്കാൻ സാധിച്ചു? രാജീവ്, ഡൽഹിയിൽ നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടത് 10 കമ്പനികളുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആസ്ഥാന മന്ദിരം ഡൽഹിയിലാണുള്ളത്. അസഫ് അലി റോഡിലെ MGF ഹൗസാണ് 8 കമ്പനികളുടെയും ആസ്ഥാനം. അതുപോലെ തന്നെ കസ്തൂർബ ഗാന്ധി മാർഗിലെ EC ഹൗസിലാണ് 2 കമ്പനികളുടെ ആസ്ഥാനം. ഈ 10 കമ്പനികളുടെ കീഴിലായി 10 കമ്പനികൾക്ക് 3 പേർ വീതം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായി വരുന്നുണ്ട്. അങ്ങനെ 30 പേരാണ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിട്ടുള്ളത്. ഇതിൽ തന്നെ നമുക്ക് വളരെ കൃത്യമായി കാണാൻ സാധിച്ചത് ഒരു വിനീത് കുമാർ സൽജ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ബോർഡ് അംഗമുണ്ട്. അദ്ദേഹം 2 കമ്പനികളുടെ കീഴിലായി അല്ലെങ്കിൽ 2 ആസ്ഥാന മന്ദിരങ്ങൾക്ക് കീഴിലായുള്ള വ്യത്യസ്തമായ കമ്പനികളുടെ ഡയറക്ടർ ബോർഡിലായാണ് അദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഏത് തരത്തിലാണ് MRMGF എന്ന കമ്പനി ആ കമ്പനിയുടെ 20 കമ്പനികളുടെ ഒരു കൺസോർഷ്യം ഏത് തരത്തിലാണ് കേരളത്തിൽ ഭൂമി തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്, ഏത് തരത്തിലാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ നടത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരൊറ്റ കാര്യം ചോദിക്കുന്നു. ഇത്തരം വൻകിട കമ്പനിക്കാരെ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുമോ? എന്ത് നിയമമാണ് നമുക്ക് ഇതിനുവേണ്ടി കൊണ്ടുവരാൻ കഴിയുക? ഒരു ചെറിയ ഇടവേളയിലേക്ക് കടക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. Today's programs brought to you by Kim's Pinnacle, ഒരു സമ്പൂർണ്ണ ക്യാൻസർ ചികിത്സാ കേന്ദ്രം. The most memorable moments of my wedding are mine. Brides of India, Mine Diamonds from Malabar Gold. ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാര, ഒരു സംഗീത സംസ്കാരത്തിന്റെ പുതുപ്പിറവി. കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. 14ാം രാവ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. ഞാനും ഉണ്ടാവും ഈ സംഗീതയാത്ര. I would like to say hello and to thank Media One. മാധ്യമമേഖലയിൽ പുതിയൊരു സംരംഭം വരുന്നു, മീഡിയ ഓൺ ചാനൽ. ഞാൻ ഈ ചാനൽ എല്ലാവിധ ആശംസകളും നന്മകളും വിജയങ്ങളും നേരുന്നു. പുതുതായി ആരംഭിക്കുന്ന മീഡിയ വൺ എന്ന ചാനൽ
അതിൻ്റെ അർത്ഥം കൊണ്ടും ആവിഷ്കാരം കൊണ്ടും ശൈലി കൊണ്ടും വ്യത്യസ്തമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കരുത്തുറ്റ പരിപാടികളും ഈടുള്ള സന്ദേശങ്ങളുമായി മലയാള ജനതയ്ക്ക് ഈ ചാനൽ ഒരു പുതിയ മൂല്യബോധത്തിൻ്റെ ഈടുവയ്പാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അത് സഫലമാകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. Spectator of Media One, I hope you see great thing in this channel and wish you all the best. മീഡിയ വൺ എന്ന പുതിയ മലയാളം ചാനലിന് എല്ലാ ഭാവങ്ങളും ആശംസിക്കുകയാണ്. മാധ്യമം ഗ്രൂപ്പിൻ്റെ ടെലിവിഷൻ സംരംഭമായ മീഡിയ വൺ ചാനൽ സത്യസന്ധതയോടും സാമൂഹ്യ പ്രതിബദ്ധതയോടും പ്രവർത്തിക്കുമെന്ന് കരുതുന്നു. മീഡിയ വണ്ണിന് ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. ചരിത്രം ആവർത്തിക്കുന്നത് ടിപ്പു സുൽത്താൻ. മീഡിയ വൺ. ബെനഡിക്ട് 16 മാർപ്പാപ്പ സ്ഥാനമൊഴിയുന്നു. അനാരോഗ്യം മൂലം ഈ മാസം 28-ന് സ്ഥാനമൊഴിയുമെന്ന് വത്തിക്കാൻ വക്താവ് അറിയിച്ചു. 2005-ലാണ് ബെനഡിക്ട് 16 മാർപ്പാപ്പ അധികാരമേറ്റത്. ഇന്ന് രാവിലെ ചേർന്ന കർദിനാൾ തിരുസംഘത്തിന്റെ യോഗത്തിലാണ് തീരുമാനം. പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കും വരെ വത്തിക്കാനിലെ സീനിയർ കർദിനാൾ ചുമതലയേൽക്കും. ജോൺ പോൾ 2 മാർപ്പാപ്പ സ്ഥാനമൊഴിഞ്ഞതിനു ശേഷമാണ് ബെനഡിക്ട് 16 മാർപ്പാപ്പയായത്. ആരോഗ്യ കാരണങ്ങളാലാണ് തീരുമാനമെന്ന് വത്തിക്കാൻ അധികൃതർ അറിയിച്ചു. ആരോഗ്യസ്ഥിതി മോശമാവുകയാണെങ്കിൽ സ്ഥാനമൊഴിയുമെന്ന് 2010 നൽകിയ അഭിമുഖത്തിൽ മാർപ്പാപ്പ പറഞ്ഞിരുന്നു. 5 നൂറ്റാണ്ടിനു ശേഷമാണ് മാർപ്പാപ്പ സ്ഥാനമൊഴിയുന്നത്. 1927 ഏപ്രിൽ 17-ന് ജർമ്മനിയിലെ ബവാരിയയിലാണ് ബെനഡിക്ട് 16 ജനനം. 1951 പാതിരിയായി. 77 കർദിനാളായി. 85-കാരനായ മാർപ്പാപ്പ 2005 ഏപ്രിൽ 19-നാണ് ചുമതലയേറ്റത്. ഫെബ്രുവരി 28-ന് ശേഷം കർദിനാൾമാരുടെ കോൺക്ലേവ് യോഗം ചേർന്നാണ് പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുക. 1415 ഗ്രിഗറി 2 അവസാനമായി സ്ഥാനമൊഴിഞ്ഞ മാർപ്പാപ്പ. സാധാരണ മാർപ്പാപ്പമാർ കാലം ചെയ്ത ശേഷം